ഹായ് ഹലോ, ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ മോളെയും ഞാൻ വീട്ടിൽ നിർത്താറാണ് മിക്കവാറും ഓഫ് ഡേയ്സിൽ പതിവ്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകും, മിക്കവാറും അമ്പലത്തിലാണ് പോകുന്നത്. ഇന്ന് ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് കരുതി വീട്ടിൽ പരിസരത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ കസേരയിട്ടൊക്കെ ഞങ്ങൾ ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോയപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ ഒരു ലീവ് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീടൊക്കെ ചുറ്റിക്കറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഞങ്ങളുടെ കുട്ടിക്കാലം സന്തോഷത്തോടെ കുറച്ച് സന്തോഷം അവർക്കും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ മോളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കുന്നത്. ഈ പേരയ്ക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരുപാട് ഇവിടെ ഉള്ളത്. അപ്പൂപ്പനും അമ്മയുടെ ഒക്കെ കാലത്തൊക്കെ അവരൊക്കെ നട്ട് പിടിപ്പിച്ചതാണത്. ഇത് എൻ്റെ അമ്മ നട്ട വാഴയാണ് കേട്ടോ. ആ വാഴയിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ചെറിയൊരു കൊല വന്നിട്ട്. ഇത് കണ്ടപ്പോഴേ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇത് തേനെടുത്ത് തരാം. പക്ഷെ ഇതിൽ തേൻ കിട്ടുന്ന ഒരു വാഴയല്ല ഇത്. ചിലപ്പോൾ യാത്രനായതുകൊണ്ടെങ്കിൽ മോളാണ് തേനെടുക്കാൻ. ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമാണ് കേട്ടുള്ളത്. 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു 2 സെൻറ്റോളം വീടാണ്. അത് കഴിഞ്ഞിട്ട് 5 സെൻറ്റ് സൈഡിലായിട്ട് അമ്മ നട്ടുപിടിപ്പിച്ച കുറേ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണുന്ന പേരമരത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു 3-4 വർഷം ആവേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിറയെ പേരയ്ക്ക പിടിക്കും. ആദ്യമേ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേരയ്ക്ക എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഈ പേരയ്ക്ക നല്ല അകത്ത് റോസ് കളറോട് കൂടിയിട്ടുള്ള പേരയാണ്. നിറയെ പിടിച്ച് കിടപ്പുണ്ട്. കുറച്ചും കൂടി വലുതായിട്ട് വേണം കവറൊക്കെ ഇട്ട് നിർത്താൻ. ഞങ്ങൾക്ക് 2 റംബൂട്ടാൻ നമ്മളിങ്ങനെ നടന്നു വരണം. ഒരു 5-6 വർഷമായി. പക്ഷെ ഇതുവരെ അത് കായ്ച്ചിട്ടില്ല. ഒന്ന് നല്ല ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നതായി കാണുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് നിൽക്കുന്ന ഉയരം കുറഞ്ഞ് നിറച്ച് ഇലയോട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അടുത്തതാണ് കേട്ടോ. പക്ഷെ രണ്ടും ആണാണോ എന്നറിയില്ല. അതിൽ ഇന്നത് വരെ ഒരു കായം പിടിച്ചിട്ടില്ല. മുരിങ്ങയൊക്കെ കുറേ പിടിച്ച് കിടപ്പുണ്ട്. ഒത്തിരി കിട്ടാനുള്ളതായിരുന്നു. അത്രയും ഒടിച്ചിരിക്കുന്ന നമ്മുടെ ഈ ലൈൻമാനൊക്കെ വന്നിട്ട് ലൈനിൽ ചേർന്ന് കിടക്കുന്നതൊക്കെ വെട്ടിയത് കാരണമാണ് വളരെ കുറച്ചുണ്ടായത്. ഈ കാണുന്നത് എന്താണെന്ന് അറിയാൻ പഠിക്കുന്നത്. നമ്മുടെ കാലത്ത് ഇതുപോലെ ഒരുപാട് ചക്ക പിടിക്കുമ്പോൾ ചക്ക എടുത്ത് ഇഷ്ടമില്ലായിരുന്നു. കാരണം വീട്ടിൽ എപ്പോൾ നോക്കിയാലും കുറച്ച് സീസൺ ആകുമ്പോഴത്തേക്കും ചക്ക കാണും. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ചക്ക പിടിച്ചതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ വീട്ടിലെ ചക്ക കഴിക്കുന്നത്. അതുകൊണ്ടുള്ള ഫലം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ചക്കയോട്ടുള്ള കൊതി തീർന്നിട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്കിവിടെ തമിഴ്നാട് അടുത്തായതുകൊണ്ട് അവിടുന്ന് കുറേ ഈ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ വന്ന് ചക്ക മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു 10-50 ചക്കകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് നമുക്ക് കാശും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായി ഈ ഒരു പറങ്കിമാവാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ടാണ് അവൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അവൾക്ക് അത് വീഴുമ്പോൾ പിറക്കി എടുക്കുമ്പോൾ തന്നെ ഞാൻ മോളോട് പറയുന്നുണ്ടായി നമുക്ക് കൂട്ടി വെക്കാട്ടോ. കൂട്ടി വെച്ചിട്ട് ഉത്സവം ആകുമ്പോഴത്തേക്ക് ഇത് വിറ്റിട്ട് വളം മേടിക്കാനുള്ള കാശാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കുട്ടിക്കാലത്ത് പതിവായിട്ട് ചെയ്യുന്ന രീതിയാണ്.